Warm good morning to one and all. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ സിസ്റ്റം ആയിരുന്നു. സോ ഫിനാൻഷ്യൽ സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഫോസ്റ്റർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചത്. സോ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ആദ്യത്തെ എലമെൻ്റായ മണി മാർക്കറ്റിലൂടെയാണ്. സോ പഠിക്കാനുള്ള സൗകര്യാർത്ഥം നമ്മൾ ഈ ക്ലാസ്സിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, മണി മാർക്കറ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. സെക്കൻഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി മാർക്കറ്റ്. Third, functions of money market. Fourth and last one, characteristics of a developed money market. So let's start. First, money market. Money market is a segment of financial market. It is a market for short-term funds. It deals with all transaction in short-term securities. This transaction have a maturity period of 1 year or less. Examples are bills of exchange, treasury bills. സോ മണി മാർക്കറ്റ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻ്റാണ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻ്റാണ് മണി മാർക്കറ്റ്. സോ മണി മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഫണ്ട്സ്, ഷോർട്ട് ടേം ഫണ്ട്സോ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസോ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് മണി മാർക്കറ്റിൽ ഒരു വർഷമോ അതിൽ കുറവോ ആയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഡീൽ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബില്ല്, റിപ്പോസ് അഥവാ റീപർച്ചേസിങ് എഗ്രിമെൻറ്റ് തുടങ്ങിയവയാണ് മണി മാർക്കറ്റിന് ഉദാഹരണമായിട്ട് പറയുന്നത്. സോ മണി മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട പോയിൻറ്റ്സ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലാണ്. അതായത് ഒരു വർഷമോ അതിൽ കുറവോ ഡ്യൂറേഷനുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലാണ് മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. സോ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ നമുക്കൊരു ഡെഫിനിഷനിലൂടെ ഒന്ന് കടന്നു പോകാം. അതായത് ക്രൗദർ ഡെഫിനിഷനാണ് പറയുന്നത്. മണി മാർക്കറ്റ് ഈസ് എ കളക്റ്റീവ് നെയിം ഗിവൺ ടു ദോസ് ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽ ഇൻ ദ വേരിയസ് ഗ്രേഡ്സ് ഓഫ് നിയർ മണി. അതായത് വ്യത്യസ്തങ്ങളായ നിയർ മണി ഇൻസ്ട്രുമെൻറ്റിൽ ഡീൽ ചെയ്യുന്ന ഫേംസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും കളക്റ്റീവായിട്ട് നമുക്ക് മണി മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് ക്രൗദർ പറയുന്നത്. അതായത് നിയർ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് നിയർ മണി, എന്തുകൊണ്ടാണ് അവയെ നിയർ മണി എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയാലും ട്രഷറി ബില്ലായാലും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ നിയർ മണി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എളുപ്പത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റിയ ഇൻസ്ട്രുമെൻ്റാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് സാരം. സോ ക്രൗദർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയർ മണി ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന ഫേംസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും കളക്റ്റീവായിട്ട് നമുക്ക് മണി മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് ക്രൗദർ പറയുന്നത്. സോ ക്രൗദർ ഡെഫിനിഷനിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. മാഡൻ ആൻഡ് നാദ്ലർ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ ഡെഫിനിഷനാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. എ മണി മാർക്കറ്റ് ഈസ് എ മെക്കാനിസം ത്രൂ വിച്ച് ഷോർട്ട് ടേം ഫണ്ട്സ് ആർ ലെൻഡഡ് ആൻഡ് ബോറോഡ് and through which large part of the financial transaction of a particular country are cleared. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഷോർട്ട് ടേം ഫണ്ടുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. സോ ഷോർട്ട് ടേം ഫണ്ട് ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനും ഇതുവഴി ഒരു രാജ്യത്തെ മെജോറിറ്റി ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യാനും മണി മാർക്കറ്റിലൂടെ സാധിക്കുന്നു എന്നുള്ള കാര്യമാണ്
മേഡനും നാദ്ലറും പറഞ്ഞിട്ടുള്ളത്. സോ ക്രൗദറ ഡെഫിനിഷനിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുള്ളവർക്ക് മേഡൻ ആൻഡ് നാദ്ലർ ഡെഫിനിഷൻ ഉപയോഗിക്കാം. സോ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ മണി മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും ഫങ്ഷൻസ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. സോ മണി മാർക്കറ്റിൽ കീ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ സെക്യൂരിറ്റീസിലാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ടിലാണ് ഡീൽ ചെയ്യുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂറേഷൻ അഥവാ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമോ അതിൽ കുറവാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, റീപർച്ചേസിങ് എഗ്രിമെൻറ്റ് തുടങ്ങിയവയാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഏത് രീതിയിലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് ഓർ ഫിനാൻഷ്യൽ അസറ്റ് കോൾഡ് നിയർ മണി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് നിയർ മണി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഹയർ ലിക്വിഡിറ്റിയാണ്, നമുക്ക് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ എളുപ്പത്തിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ അസറ്റ് ഹാവിങ് എ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമോ അതിൽ കുറവോ ആണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മാർക്കറ്റ് ഫോർ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്, വിച്ച് മീൻസ് കോൾ മണി, നോട്ടീസ് മണി, റിപ്പോസ്, ടേംസ് മണി, ട്രഷറി ബിൽ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എക്സെട്ര. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. കോൾ മണി, നോട്ടീസ് മണി, ട്രഷറി ബിൽ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയവയൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ മണി മാർക്കറ്റിലെ ടൂളുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഫോർത്ത് പോയിന്റ്, ദ പ്ലേയേഴ്സ് ഇൻ മണി മാർക്കറ്റ് ആർ സെൻട്രൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്ലിയറിംഗ് ഹൗസസ്. അതായത് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മണി മാർക്കറ്റാണ്, അതായത് ഇന്ത്യൻ മണി മാർക്കറ്റാണ്. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് RBI ആണ്, അതായത് നമ്മുടെ സെൻട്രൽ ബാങ്കായ RBI ആണ്. പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ്, ക്ലിയറിംഗ് ഹൗസസ് എന്നിവയാണ്. അതായത് ഇന്ത്യൻ മണി മാർക്കറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രധാനമായും മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫിഫ്ത്ത് പോയിന്റ്, ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ബ്രോക്കേഴ്സ്. അതായത് ഇപ്പോൾ നമുക്ക് മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മണി മാർക്കറ്റിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻറ്റ്, എനിക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ട്രഷറി ബില്ല് വാങ്ങണമെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് വാങ്ങാൻ പറ്റും. അവിടെ ഒരു ഇൻ്റർമീഡിയറിയോ ബ്രോക്കറെയോ ആവശ്യമില്ല എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്. അതായത് മണി മാർക്കറ്റിൽ ഒരു ഇൻ്റർമീഡിയറീസിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ്. സിക്സ്ത് പോയിന്റ്, മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ സബ് മാർക്കറ്റ്സ് സച്ച് ആസ് കോൾ മണി മാർക്കറ്റ്, ട്രേഡ് ബിൽ മാർക്കറ്റ് എക്സെട്ര. അതായത് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിൽ മണി മാർക്കറ്റിനെ സബ് മാർക്കറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ട്രേഡ് ബിൽ മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബില്ല് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ട്രേഡ് ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഈ സബ് മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ നാച്ചുറിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിനെയാണ് സബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സബ് മാർക്കറ്റ് തമ്മിൽ ക്ലോസർ ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് സബ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ടത്, ഈ സബ് മാർക്കറ്റ് രൂപം കൊള്ളുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേഡ് ബിൽ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബില്ലാണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഈ സബ് മാർക്കറ്റ് തമ്മിൽ ക്ലോസർ ഇൻട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്ലോസർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കുക.
Seventh point, money market does not deal in money but deals in short term financial instrument or near money. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യാഷുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ല, അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ ക്യാഷുമായിട്ട് ഡീലിംഗ് ഇല്ല. സോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കളയാം. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നിയർ മണി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ഡീല് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് മണി മാർക്കറ്റ് ഒരിക്കലും ക്യാഷുമായിട്ട് അല്ലെങ്കിൽ പണവുമായിട്ട് ഡീല് ചെയ്യുന്നില്ല എന്നുള്ളത് ആണ് ഇവിടെയുള്ള പോയിന്റ്. സോ ക്യാരക്ടറിസ്റ്റിക്സിൽ 7 പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ്, മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. സെക്കൻഡ്, മെച്യൂരിറ്റി പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ. അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമാണ്. പിന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉദാഹരണങ്ങളാണ് ട്രഷറി ബില്ല്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, റിപ്പോസ്, ടേം മണി തുടങ്ങിയവ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റിൽ പ്രധാനമായും ഇടപെടുന്നത് സെൻട്രൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക്, ക്ലിയറിംഗ് ഹൗസസ് എന്നിവയാണ്. അഞ്ചാമത്തെന്ന് പറയുന്നത് ഇപ്പോൾ മണി മാർക്കറ്റിൽ നമുക്ക് ഇടപെടെങ്കിൽ അവിടെ ഒരു ഇൻ്റർമീഡിയറിയോ ബ്രോക്കറെയോ ആവശ്യമില്ല. അതായത് മണി മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ് വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ്. സിക്സ്ത് പോയിന്റ്, മണി മാർക്കറ്റിന് വ്യത്യസ്തങ്ങളായ സബ് മാർക്കറ്റ് ഉണ്ട്. ഈ സബ് മാർക്കറ്റ് ഉണ്ടായത് അല്ലെങ്കിൽ സബ് മാർക്കറ്റ് രൂപീകരിക്കപ്പെട്ടത് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിലാണ്. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഒരിക്കലും ക്യാഷുമായിട്ട് ഡീല് ചെയ്യുന്നില്ല. അതായത് മണി മാർക്കറ്റ് നിയർ മണി ഇൻസ്ട്രുമെൻറ്റുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 7 പോയിന്റ് നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ് ആണ്. അതായത് മണി മാർക്കറ്റ് എന്തൊക്കെ ധർമ്മങ്ങളാണ് വഹിക്കുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഫെസിലിറ്റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലിക്വിഡിറ്റി പോർഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്, ബിസിനസ് അണ്ടർടേക്കിംഗ് ആൻഡ് അതർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് കൊമേഴ്സ്യൽ ബാങ്ക്സിനോ ബിസിനസ് അണ്ടർടേക്സിനോ എന്തെങ്കിലും പണത്തിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ മണി മാർക്കറ്റിന് സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. അതായത് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെയും ബിസിനസ് അണ്ടർടേക്കിങ്ങിൻ്റെയും ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ മണി മാർക്കറ്റിന് സാധിക്കുന്നു. അതായത് മണി മാർക്കറ്റിലൂടെ ഈ പറഞ്ഞ കൊമേഴ്സ്യൽ ബാങ്ക്സിനും ബിസിനസ് അണ്ടർടേക്സിനും ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് സാരം. സെക്കൻഡ് പോയിന്റ്, എനാബ്ലിംഗ് ദ സെൻട്രൽ ബാങ്ക് ടു ഇൻഫ്ലുവൻസ് ആൻഡ് റെഗുലേറ്റ് ലിക്വിഡിറ്റി ഇൻ ദ എക്കോണമി ത്രൂ ഇറ്റ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ +2 ക്ലാസ്സിൽ മാക്രോ എക്കണോമിക്സിൽ RBIയുടെ ഫങ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതായത് RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടൂള് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്കോണമിയിൽ ഡീഫ്ലാഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മണി സർക്കുലേഷൻ കൂട്ടണം. സോ ഈ മണി സർക്കുലേഷൻ കൂട്ടാനും അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്താനും മണി മാർക്കറ്റ് സഹായകമാണ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്കോണമിയുടെ ലിക്വിഡിറ്റി പൊസിഷൻസ് കൺട്രോൾ ചെയ്യാൻ സെൻട്രൽ ബാങ്കിനെ മണി മാർക്കറ്റ് സഹായിക്കുന്നു എന്നുള്ളതാണ് പോയിന്റ്. സോ അതുമായിട്ട് നിങ്ങൾ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഡീഫ്ലാഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. സോ സെക്കൻഡ് പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ, സെൻട്രൽ ബാങ്കിനെ എക്കോണമിയിലെ ലിക്വിഡിറ്റി പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ മണി മാർക്കറ്റ് സഹായിക്കുന്നു. തേർഡ് പോയിന്റ്, പ്രൊവൈഡിങ് എ റീസണബിൾ ആക്സസ് ടു യൂസേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു മീറ്റ് ദർ റിക്വയർമെൻറ്റ് ക്വിക്ക്ലി അറ്റ് റീസണബിൾ കോസ്റ്റ്. അപ്പോൾ തേർഡ് പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂസേഴ്സിന് സിമ്പിളായിട്ട് ഫണ്ട് കണ്ടെത്താൻ മണി മാർക്കറ്റ് സഹായിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, എനിക്ക് ഫിനാൻസിന് ഷോർട്ടേജ് ഉണ്ടായി. സോ ഈസി ആയിട്ട് ഷോർട്ട് ടേം ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മണി മാർക്കറ്റ് വഴി ആക്സസ് ചെയ്യാം. കൂടാതെ
ഞാനിതിപ്പോൾ ഈ മണി മാർക്കറ്റ് വഴി എനിക്ക് കിട്ടിയ പണത്തിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ യൂസേഴ്സിന് ക്വിക്കായിട്ടും ഈസി ആയിട്ടും ഫണ്ട് റേസ് ചെയ്യാൻ മണി മാർക്കറ്റ് വഴി സാധിക്കുന്നു. ഈ ഫസ്റ്റ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ് തന്നെയാണ് തേർഡ് പോയിന്റും. ഫോർത്ത് പോയിന്റ് പ്രൊവൈഡിങ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും ഫണ്ട് റേസ് ചെയ്യാൻ മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് എനാബിളിംഗ് ബിസിനസ് മാൻ ടു ഇൻവെസ്റ്റ് ദർ ടെമ്പററിലി സർപ്ലസ് ഫണ്ട് ഫോർ ഷോർട്ട് പീരിയഡ്. അതായത് നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ബിസിനസ് മാന് ഇപ്പോൾ എന്തുണ്ട്, അധികം ഫണ്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അവർക്ക് ഷോർട്ട് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മണി മാർക്കറ്റ് സഹായകമാകുന്നു. അതായത് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഇപ്പോൾ കൊമേഴ്സ്യൽ ബില്ലായാലും റിപ്പോസ് ആയാലും ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിലേക്ക് അവരുടെ ഫണ്ട് പാർക്ക് ചെയ്യാൻ സഹായകമാകുന്നു. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു നല്ല റിട്ടേണും എന്ത് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് വഴി ഉറപ്പ് വരുത്തുന്നുണ്ട്. സിക്സ്ത് പോയിന്റ് പ്രൊവൈഡ് പ്രാക്ടിക്കൽ ആക്സസ് ടു കൺസ്യൂമേഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു മീറ്റ് ദർ റിക്വയർമെൻറ്റ് റാപ്പിഡ്ലി സഫിഷ്യൻ്റ്ലി ആൻഡ് റീസണബിൾ കോസ്റ്റ്. അതായത് മൂന്നാമത്തെ പോയിന്റിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ ആറാമത്തെ പോയിന്റും. കൺസ്യൂമേഴ്സിന് പെട്ടെന്ന് തന്നെ ഷോർട്ട് ടേം ഫണ്ട് കണ്ടെത്താൻ മണി മാർക്കറ്റ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് സിക്സ്ത് പോയിന്റ്. സോ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സെക്കൻഡ് സെൻട്രൽ ബാങ്കിനെ എക്കോണമി ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. തേർഡ് പോയിന്റ് ക്വിക്കായിട്ട് ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ സഹായിക്കുന്നു, കൂടാതെ അവിടെ കോസ്റ്റ് കുറവായിരിക്കും. ഫോർത്ത് പോയിന്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സർപ്ലസ് ഫണ്ട് ബിസിനസ്മാൻമാർക്ക് കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്ന തേർഡ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് കൺസ്യൂമേഴ്സിനും ഷോർട്ട് ടേം ഫണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് വഴി മണി മാർക്കറ്റ് വഴി അക്വയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സിക്സ്ത് പോയിന്റ് പറയുന്നത്. സോ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. അതായത് നമുക്കൊരു നല്ല മണി മാർക്കറ്റ് വേണമെങ്കിൽ ആ ഒരു എക്കോണമിയിൽ കൃത്യമായി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് മെജോറിറ്റി ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റും ഡീല് ചെയ്യുന്നത് കൊമേഴ്സ്യൽ ബാങ്ക് വഴിയാണ്. അല്ലെങ്കിൽ ബാങ്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഓർഗനൈസ് ചെയ്ത ഒരു കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്പായിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം ഇന്ത്യക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പരിധിവരെ ഈ ഓർഗനൈസ്ഡ് കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം സഹായിച്ചിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ആൻ എഫിഷ്യന്റ് സെൻട്രൽ ബാങ്ക്. അതായത് ഈ കൊമേഴ്സ്യൽ ബാങ്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഈ കൊമേഴ്സ്യൽ ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. അതായത് മണി മാർക്കറ്റ് ഓപ്പറേഷൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇതിൻ്റെ റൂൾസ് ഉണ്ടാക്കുകയും മണി മാർക്കറ്റിലെ ഓപ്പറേഷൻസ് കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ ഇപ്പം മണി മാർക്കറ്റിൽ എന്തെങ്കിലും മൾപ്രാക്ടീസസോ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ നടക്കുന്നുണ്ടോ, മണി മാർക്കറ്റ് ഓപ്പറേഷൻ കൃത്യമായാണോ നടക്കുന്നത് എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. സോ കൃത്യമായിട്ട് ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് വ്യക്തമായിട്ട് നടക്കാൻ പറ്റൂ. തേർഡ് പോയിന്റ് അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്. സോ തേർഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ എക്സിസ്റ്റൻസ് ഓഫ് well developed money market depends upon the availability of ready acceptable negotiable securities such as bills of exchange, treasury bills, commercial bills, short term government bonds etc. അതായത്
മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷോർട്ട് ടേം ഫണ്ട് ഈസി ആയിട്ടും ക്വിക്കായിട്ടും റേസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടും ക്വിക്കായിട്ടും റേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആവശ്യമാണ്. സോ പ്രോപ്പറായിട്ടുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉദാഹരണങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ ബില്ല്, ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ട് തുടങ്ങിയവയാണ് ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻസിൽ വരുന്നത്. സോ ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വിക്കായിട്ടും ഈസി ആയിട്ടും ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ പറ്റൂ. ഫോർത്ത് പോയിന്റ്, എക്സിസ്റ്റൻസ് ഓഫ് സബ് മാർക്കറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ സബ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മണി മാർക്കറ്റിൻ്റെ സബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ട്രേഡ് ബിൽ മാർക്കറ്റ് അങ്ങനെയുള്ള മാർക്കറ്റുകളാണ്. സോ ഈ സബ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മണി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഈസിയർ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയ്ക്ക് സഹായിക്കുന്നു, ഫണ്ട് റേസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, ആമ്പിൾ സപ്ലൈ ഓഫ് ഫണ്ട്. അതായത് ഒരു മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ, അല്ലെ മണി മാർക്കറ്റ് ഡെവലപ്പ് ആവണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഫണ്ടിൻ്റെ സപ്ലൈ വേണം. അതായത് മണി മാർക്കറ്റ് കൂടെ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്നിവ. സോ ഇത് നടക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള മണി സപ്ലൈ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റവും എഫിഷ്യൻറ്റ് സെൻട്രൽ ബാങ്കും ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യത്തെ മണി മാർക്കറ്റ് ഇമ്പ്രൂവ് ആവും. സോ ഇങ്ങനെയുള്ളൊരു മണി മാർക്കറ്റ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, സെൻസ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയും അവർ കൂടുതൽ പണം മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു എഫക്റ്റീവ് സപ്ലൈ ഓഫ് ഫണ്ട്സ് ഉറപ്പുവരുത്താൻ നമുക്ക് സഹായിക്കുന്നു. സോ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതർ ഫാക്ടേഴ്സ് ആണ്. അതർ ഫാക്ടേഴ്സ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വോളിയം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈസ് സ്റ്റാബിലൈസേഷൻ എന്നിവയാണ്. അതായത് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മണി മാർക്കറ്റും വെൽ ഡെവലപ്ഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബിസിനസ്സിന് ഷോർട്ട് ടേം ഫണ്ട് അത്യാവശ്യമാണ്. ഈ ഷോർട്ട് ടേം ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഷോർട്ട് ടേം ഫണ്ടും ആവശ്യമായിട്ട് വരും. സോ ഈ ഷോർട്ട് ടേം ഫണ്ട് മെയിനായിട്ട് റൈസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക മണി മാർക്കറ്റ് വഴിയാണ്. സോ സ്വാഭാവികമായിട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ മണി മാർക്കറ്റും ഡെവലപ്പ് ആവുന്നു. സെക്കൻഡ് പോയിന്റ് പറയുന്നത് വോളിയം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് കൂടി, അതായത് നമ്മൾ എക്സ്പോർട്ട്, ഇമ്പോർട്ട് അല്ലെങ്കിൽ FDI, FII. FDI എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡും കൂടി നമ്മുടെ മണി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. സോ ഈ 4 പോയിന്റും ഡെവലപ്മെൻറ്റ് ഓഫ് മണി മാർക്കറ്റിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് സാരം. സോ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആയിരുന്നു. ഫസ്റ്റ് അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം വേണം, ഒരു സെൻട്രൽ ബാങ്ക് വേണം, പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആവശ്യമാണ്, എക്സിസ്റ്റൻസ് ഓഫ് സബ് മാർക്കറ്റ് വേണം, സപ്ലൈ ഓഫ് ഫണ്ട് അവിടെ ആവശ്യമാണ്. കൂടാതെ അതർ ഫാക്ടറുള്ള ഒരു 4 പോയിന്റ് പറയുന്നുണ്ട്: ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വോളിയം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈസ് സ്റ്റാബിലൈസേഷൻ എന്നിവയാണ് അവ. സോ ഇന്നെടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മണി മാർക്കറ്റ്, ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്, ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് എന്നിവയാണ്. സോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.